ഹിസ്ബുള്ള ഭീകരർ വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന പ്രഖ്യാപനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എത്തിയിട്ടുമുണ്ട്. വെടിനിർത്തൽ കരാർ പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. അതായത് സൈനിക മേധാവികൾക്ക് വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ഹിസ്ബുള്ളയും ഹമാസും ലെബനൻ പോലെയുള്ള ഒരു രാഷ്ട്രത്തിന് ഏൽപ്പിച്ച കനത്ത പ്രഹരം, അവർക്ക് വന്ന നഷ്ടങ്ങൾ, ഇനി അതൊന്നും നോക്കാതെ തന്നെ ഇസ്രായേൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഹിസ്ബുള്ള തിരിച്ചടിച്ചാൽ പ്രതിപ്രവർത്തനം നടത്തുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പണം ഞങ്ങൾക്കൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. എന്തായാലും ഹമാസിനെയും ഹിസ്ബുള്ളയെയും സംബന്ധിച്ചിടത്തോളം അവർ ആയുധശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥയിലാണുള്ളത്. ആൾബലം കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആശയം അവിടെ നിലനിൽക്കുവോളം ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാര്യങ്ങളുണ്ട്. എന്തായാലും നീണ്ട യുദ്ധം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അധിക ചെലവ് വരുത്തിയിട്ടുണ്ട്. ആശയം നിലനിൽക്കുകയും ഇനിയും ഹിസ്ബുള്ളയിലേക്ക് ഹമാസിലേക്ക് ആളുകൾ വരാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് ഇനിയും ഇസ്രായേലിന് പ്രതിസന്ധി ഉണ്ട്. പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ജനിച്ചു വീണ നാൾ മുതൽ അതിജീവിക്കുന്ന ഒരു ജനതയാണ് ജൂത ജനത. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവർക്ക് വലിയൊരു പ്രതിസന്ധി ഒന്നുമല്ല. ലോകത്ത് ഒരുപാട് മേഖലകളിൽ, ശാസ്ത്രമായിക്കോട്ടെ ആധുനിക ടെക്നോളജി ആയിക്കോട്ടെ എന്ത് തരത്തിലുള്ള മേഖലകളിലാണെങ്കിലും ധാരാളം സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കുന്ന, കണ്ടുപിടുത്തങ്ങൾ നടക്കുന്ന, ഒരുപാട് പേറ്റന്റുകളുള്ള, ഒരുപാട് മേഖലയിൽ പ്രവർത്തിക്കുന്ന ധാരാളം പണമുള്ള ഒരു രാഷ്ട്രമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. ഇതൊരു പ്രതിസന്ധിയല്ല. പക്ഷേ അടിസ്ഥാനപരമായി അവർക്ക് ചെലവാക്കേണ്ടുന്ന മറ്റു തുകകൾ ഇത്തരത്തിലുള്ള ജിഹാദി കൂട്ടങ്ങൾ കാരണം ചെലവാക്കപ്പെടേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്തായാലും ഭീകരം തന്നെയാണ്.